ഒരു ഇഷ്യൂ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിലാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്. അപ്പം ആ സീൻ അപ്പോൾ അത് പ്രശ്നമാണെന്ന് സാറെ ലക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ പൈസക്ക് നെഗോഷിയേറ്റ് ചെയ്യും. എന്നിട്ട് വലിയ താരങ്ങളുടെ വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടി യാതൊരു മടിയില്ലാതെ ചെലവാക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ പറയുന്ന വിഷയത്തിന്റെ സത്യസന്ധതയിൽ നിന്ന് പോവുകയും അതിനകത്തൊരു കപടത ഞാനത് എഴുതുന്ന നേരത്ത് പോലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരറിയാതെ എവിടെ ഒരു ക്യാമറ വെച്ചെടുത്തൊരു അല്ലെങ്കിൽ പെട്ടെന്ന് പ്രേക്ഷകന് മനസ്സിലാവും ഇത് സിനിമയാണെന്നും. ഈ സിനിമ തിയേറ്ററിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു, ഒരു സൈഡിൽ എനിക്കത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് റഷ് വന്നിട്ട് ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുന്നത്. ഇവര് നമ്മൾ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി കാണുന്ന പ്രേക്ഷകരും സെലിബ്രേറ്റ് ചെയ്യും. അത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ടെക്നീഷ്യൻസിനോട് ഒരു വാല്യൂ കുറവുണ്ട്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകളോട് ഒരു വാല്യൂ കുറവുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയതോടെ എൻ്റെ ഉള്ളിൽ ഈ യാത്ര പൂർണ്ണമായി. അത് ജഡ്ജ് ചെയ്യണ ഒരു ജൂറി ഉണ്ടായി എന്നുള്ളത് അതൊരു ഭാഗ്യമാണ്. ആട്ടം സിനിമയുടെ ഡയറക്ടർ ആനന്ദ് തേകർഷി, എഡിറ്റർ മഹേഷ് ഭുവനേന്താണെന്ന് എസ് എഡിറ്റോറിയൻ്റെ കൂടെയുള്ളത്. വെൽക്കം. ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എസ് എഡിറ്റോറിയൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ്. കാരണം ഒരുപാട് സന്തോഷം, എല്ലാ മലയാളികളും ഇപ്പോൾ സന്തോഷത്തിലാണ്. കാരണം നമ്മളാരും സിനിമയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു നേട്ടം അറിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാ മലയാളികളും സന്തോഷത്തിലാണ്. നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. രണ്ടുപേർക്കും മറുപടി പറയാം. ഫസ്റ്റ് അറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, എന്ന് വെച്ചാൽ ഇപ്പോൾ ടി വിയുടെ മുന്നിലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കാം അവാർഡ് പ്രഖ്യാപിച്ചു തുടങ്ങുന്നു, എൻ്റെ സിനിമ വരുമോ, ബെസ്റ്റ് ഫിലിം ആവുമോ എന്നുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷയോ തോട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക് യു. പിന്നെ ഇപ്പം കവ്യ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ ഇപ്പോൾ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഞങ്ങളോടൊപ്പം തന്നെ വളരെ പേഴ്സണലായിട്ട് ഈ അവാർഡ് എടുത്ത പ്രേക്ഷകർ വളരെ കൂടുതലാണ്. അതൊരു ഭംഗിവാക്കായിട്ട് പറയല്ല. ഈ സിനിമ കണ്ട്, കാരണം ഇതൊരു ചെറിയ സിനിമയാണ്, അപ്പം കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല സിനിമയാണല്ലോ ഇത് എന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരുപാട് പേർക്ക്, അവരുടെ എന്നെ അറിയാത്ത, ഞങ്ങളെ ആരെയും അറിയാത്ത ഒരുപാട് പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമ ഇങ്ങനെ ഒരു നാഷണൽ റെക്കഗ്നിഷൻ കിട്ടിയതിൽ. അപ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്നവരും നമ്മളെ അറിയാത്തവരും സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് ഇപ്പം ഇത് ഞാനും മഹേഷിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് ഇതിന്റെ ആദ്യത്തെ ന്യൂസ് അറിയുന്നത്. കാരണം ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഇതിന്റെ തലേ ദിവസം. അപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വിളിക്കുന്നു, എന്തൊക്കെയോ ഉണ്ട് എന്ന് ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്, ഹിന്റുകൾ വരുന്നുണ്ട്, അഭ്യൂഹങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പത്തെ സ്റ്റേറ്റ് അവാർഡിന്റെ സമയത്തും ഇങ്ങനെ മാധ്യമങ്ങൾ വിളിക്കുകയും ഉണ്ടെന്നൊക്കെ തറപ്പിച്ച് പറയുകയും ചെയ്തിട്ടൊന്നും സംഭവിക്കാഞ്ഞതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ആ കൂടെ നമ്മളൊരു തോന്നിയത് പിന്നെ മേ ബി റീജിയണൽ കാറ്റഗറിയിൽ മികച്ച മലയാളം സിനിമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വല്ലതും മെൻഷൻ വന്നേക്കാം. അപ്പോൾ പിന്നെ എല്ലാവരും വിളിക്കുന്നു, എന്നാൽ പിന്നെ നാട്ടിലേക്ക് വരാം, ഉണ്ടെങ്കിൽ വരാം, പിന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ആക്ടേഴ്സിൻ്റെയും നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെയും കൂടെ ഇരുന്ന് കാണാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. മലയാളം സിനിമ കാറ്റഗറിയിൽ ഞങ്ങൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത് മഹേഷിന്റെ മികച്ച എഡിറ്റർ എന്ന്. അത് ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. തീർച്ചയായിട്ടും. കാരണം ഞാൻ വേറെ ഒരു അവാർഡിന് എനിക്ക് എഡിറ്റിംഗിന് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞ് സന്തോഷമായത്. കാരണം അത് ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതുവരെയും ആരും നമ്മുടെ കൂട്ടത്തിലുള്ള ടെക്നീഷ്യൻസ്, ഇൻഡസ്ട്രിയിലുള്ളവർ ആരും തന്നെ അതിനെക്കുറിച്ച് എന്നോട് മെൻഷൻ ചെയ്യാത്തപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സങ്കടം ഉണ്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മാസ്റ്റർഫുൾ ആയിട്ടുള്ള, സാധാരണ പ്രേക്ഷകർ മനസ്സിലാകാൻ പറ്റാത്ത ബ്രില്യൻസ് ഉള്ള, എന്നാൽ സിനിമയിലുള്ളവർക്ക്, ഫിലിം ഫോം അറിയാവുന്നവർക്ക് അറിയാവുന്ന ലെവലിലുള്ള ഒരു ബ്രില്യൻസ് ഉള്ള എഡിറ്റിംഗ് ആണ് സിനിമയിൽ. വളരെ അദൃശ്യമാണ്, വളരെ ഇൻവിസിബിൾ ആണ്. ഒട്ടും ഒരു ജാറിങ് ഇല്ലാത്ത കണ്ടോ പിടിച്ചോ എഡിറ്റിംഗ് എന്നുള്ള രീതിയിലുള്ള എഡിറ്റിംഗ് അല്ല. അപ്പോൾ അത് ആ ജൂറി ഐഡന്റിഫൈ ചെയ്തപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നി. പക്ഷെ അതിന് പിന്നെ ഉടനെ തന്നെയാണ് സ്ക്രീൻ പ്ലേ അവാർഡും ബെസ്റ്റ് ഫിലിം അവാർഡും ഒക്കെ. അപ്പോൾ അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. മഹേഷ് എന്താ പറയാ? അല്ല, ഇതേ അവസ്ഥ തന്നെയാണ്. ആനന്ദ് നമ്മൾ ഒരുമിച്ചിരുന്നത് കാണുന്നു. ഞാൻ ഇപ്പം പല ഇന്റർവ്യൂവിലും പറഞ്ഞ പോലെ നമ്മൾ ആട്ടത്തിനും എന്തെങ്കിലും ഒരു മെൻഷനിങ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം, അത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹിച്ചിരുന്നു. അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോഴായിരുന്നു ഫസ്റ്റ് അനൗൺസ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് എഡിറ്റർ എന്നുള്ള സാധനം. ഞാൻ ഒരിക്കലും കാരണം നമ്മൾ ഇന്ത്യയിലൊരു ബെസ്റ്റ് എഡിറ്റർ എന്നുള്ള സാധനത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
ഭയങ്കര അപ്രതീക്ഷിതമായിരുന്നു. ബോധം കണ്ട് വീണില്ലെന്നേ ബോധം കെട്ട് വിടുന്നേ ഉള്ളൂ. ഒരു വിവാദമല്ല എങ്കിലും ഒരു വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞു. പ്രാദേശിക തലത്തില് നമുക്കൊരു അംഗീകാരം ഇല്ല എന്നുള്ള ഒരു ഇതില് ഇല്ല, വിഷമം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല വിഷമം ഉണ്ടായിരുന്നില്ല. അതായത് സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ന്യൂസ് ആൾക്കാർ പല മാധ്യമങ്ങളിലും പേരെടുത്ത് പറയുന്നില്ല അവർ, അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ട്, താഴെ ഉണ്ട്, എവിടെ ലൊക്കേഷൻ, ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് പ്രതീക്ഷയിൽ അപ്പൊ പിന്നെ പ്രതീക്ഷ സ്വാഭാവികമായിട്ട് വരുമല്ലോ. കാരണം എന്റെ ആദ്യത്തെ സിനിമയാണ്, ഇപ്പൊ ഇതിന്റെ ചടങ്ങ് എങ്ങനെയാ നടക്കുന്നത് പോലും എനിക്കറിയില്ല. അറിയില്ല. അപ്പോ ഇങ്ങനെയൊക്കെ ആൾക്കാർ വിളിച്ച് പറയുമോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു പ്രതീക്ഷ വന്നു. ആ നമ്മൾ സ്റ്റേറ്റ് അവാർഡിന് പടം കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിനാണ് അയച്ചത്, ഈ വർഷത്തേലല്ല. അപ്പൊ ആ സമയത്ത് സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പറഞ്ഞാല് എന്തെങ്കിലും മെൻഷൻ വന്നാൽ അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുമല്ലോ, റിലീസിന്റെ സമയത്ത് ഗുണം ചെയ്യുമല്ലോ. കാരണം ചെറിയ സിനിമയാണ്, പുതിയ ആൾക്കാരുടെ സിനിമയാണ്. അങ്ങനെ ഇല്ലാതിരുന്നപ്പോ സ്വാഭാവികമായിട്ട് എന്റെ കൂട്ടത്തിലുള്ള ആക്ടേഴ്സിനൊക്കെ കുറച്ച് വിഷമം വന്നു. എനിക്കങ്ങനെ വിഷമമോ ഇന്നും വിഷമമില്ല. വിഷമമില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല, കാരണം നമ്മളൊരു സിനിമ ചെയ്തിട്ട് ഒരു ജൂറിക്ക് നമ്മളൊരു സിനിമ സബ്മിറ്റ് ചെയ്യുന്നത് ആ ജൂറിയെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സബ്മിറ്റ് ചെയ്യുന്നത്? അപ്പൊ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജൂറി എന്ത് തീരുമാനം എടുത്താലും അത് ശരിയാണ് എന്ന്, നമ്മുടെ സിനിമയ്ക്ക് അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ ജൂറി മികച്ചതും കിട്ടാത്തപ്പോ എല്ലാം മോശമാണ് അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്നതിനോട് അത് വളരെ ബാലിശമായ ചിന്താഗതിയാണ്. ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും ഈ ഒരു അവാർഡ് കിട്ടിയപ്പോ അഭിനന്ദിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങോട്ട് വിളിച്ച ആരെങ്കിലും അറിയിച്ചിരുന്നോ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട്? അങ്ങോട്ട് വിളിച്ച് സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് രമേശ്, ഞാന് അങ്ങോട്ട് വിളിച്ച എന്റെ അമ്മേനെ സ്വാഭാവികമായിട്ടും വീട്ടുകാരെ വിളിച്ചിട്ടുണ്ട്. ആരെയാ ആദ്യം വിളിച്ചിരുന്നത്? എവിടെ അമ്മേനെ വിളിച്ചു? എവിടെ ഞാൻ ഫസ്റ്റ് വിളിച്ചത് വൈഫിനെയാണ് വിളിച്ചത്, എന്റെ അമ്മേനെ വിളിച്ചു. അവരും കണ്ടോണ്ടിരിക്കുവായിരുന്നായിരിക്കും അല്ലേ? ഇല്ല, അമ്മയൊന്നും കണ്ടു. അമ്മ പ്ലേ സ്കൂൾ ടീച്ചറാണ്, അമ്മ പ്ലേ സ്കൂളിലായിരുന്നു. പിന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് ഫോൺ അപ്പോഴത്തേക്കും എല്ലാവരും മീഡിയ എല്ലാം വന്നിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഫുൾ കോൾസ് അല്ലേ. എഡിറ്റിംഗ് ഇസ് ആൻ ഇൻവിസിബിൾ ആർട്ട് എന്ന് പറയും. അതുപോലെ തന്നെയാണ് എഡിറ്റേഴ്സിന്റെ കാര്യം. ഇപ്പോൾ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച അഭിനേതാക്കളെ നമുക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് ഒരു 10 അഭിനേതാക്കളുടെ പേര് പറയാൻ നമുക്ക് പറ്റും, സംവിധായകരുടെ പേര് പറയാൻ പറ്റും, ഗായകരുടെ പറ്റും. പക്ഷെ എഡിറ്റേഴ്സ് എപ്പോഴും ഒരു ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. വേണ്ടത്ര അംഗീകാരം ഈ ഒരു മേഖലയ്ക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ഒരു നാഷണൽ അവാർഡ് വിന്നർ എന്നുള്ള നിലയ്ക്ക്. എനിക്ക് തോന്നുന്നു ഒരുവിധം എഡിറ്റേഴ്സ് ഇപ്പൊ ആനന്ദ് എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ പുറത്തേക്ക് വരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ കുഴപ്പം തന്നെയാണ്. കാരണം ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് നമ്മൾ സിനിമ ചർച്ച ചെയ്യുകയും നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക, ശരിക്കും അതൊരു കംഫർട്ടായിട്ട് അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുക. കൂടുതൽ എനിക്ക് തോന്നുന്നു എഡിറ്റേഴ്സ് അങ്ങനെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പം എഡിറ്റിംഗ് ടേബിളിൽ നടക്കുന്ന ഭയങ്കരമായ മാജിക്കുകളൊന്നും ചിലപ്പം പുറത്തേക്ക് വരണമെന്നില്ല. കാരണം അതിനെ ചിലപ്പോൾ എഡിറ്റേഴ്സ് കാണുന്നത് തന്നെ അത് അയാൾ ചെയ്യുന്ന അത് സിനിമയുടെ ഭാഗമായിട്ടാണ് കാണുക. അല്ലാണ്ട് ഞാനിത് ചെയ്തത് കാരണം എൻ്റെ സിനിമ ഇങ്ങനെ മാറി മറിഞ്ഞെന്ന് ഒരു എഡിറ്ററും എവിടെയും പറഞ്ഞിട്ട്. കാരണം ഇപ്പം ഞാനല്ല, അല്ലെങ്കിൽ തന്നെ പല സിനിമകളും അത് എഡിറ്റിംഗ് ടേബിളിൽ സംഭവിച്ചതാണ് ആ സിനിമ അങ്ങനെ ആയതെന്ന് അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എഡിറ്റർ ഇന്നേ വരെ പറഞ്ഞ് ഒരു സിനിമയും ഞാൻ കേട്ടില്ല. അങ്ങനെ അത് പറയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ വർക്കിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണം. എന്തിനാ? ഇത് മാറ്റിമറിക്കാൻ തന്നെ. കാരണം അത് മാറ്റിമറിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ട്, അങ്ങനെ ഒരു സംഭവം നമ്മളിൽ ഉണ്ടെങ്കിലല്ലേ നമ്മളിലേക്ക് വർക്ക് വരുള്ളൂ. അത് ചെയ്യുന്ന ഒരാളും എനിക്ക് തോന്നുന്നു ഇതിനെ അത്രയും ട്രൂത്തായിട്ട് അതിനെ ഈ വർക്കിനെ കാണുന്ന ഒരാളും ഇത് ചെയ്ത് ഈ പടം തിയേറ്ററിൽ വന്നിട്ട് ഇത് ഇങ്ങനെ അല്ലായിരുന്നു അവർ ഷൂട്ട് ചെയ്തത്, ഞാനാണ് ഇതിനെ ഇങ്ങനെ ആക്കിയതെന്ന് ഒരു എഡിറ്ററും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ജോലിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പം അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭൂരിഭാഗം പേരാണെങ്കിൽ. പക്ഷെ എനിക്ക് ഈ സമയത്ത് മെൻഷൻ ചെയ്യാൻ സംഗീത് സംസ്ഥാന അവാർഡ് കിട്ടിയ ആള് ആക്ടിങ്ങും കൂടി ചെയ്യുന്ന ഒരു എഡിറ്ററാണ്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവില്ല, അഭിനയത്തിലേക്ക് വരണം. പക്ഷെ എനിക്ക് അതിനകത്തൊരു ചെറിയ വിയോജിപ്പുള്ളത് വെച്ചാല്, ഈ സാധാരണ ആളുകൾ എഡിറ്റേഴ്സിനെ ആഘോഷിക്കാതിരിക്കുന്നതിൽ ഒരു പരാതിയും പറയാനില്ല. കാരണം സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചുള്ള ഒരു നടൻ, ഒരു താരം ആഘോഷിക്കുക എന്ന് പറയുന്നത് അവര് സിനിമയുടെ എല്ലാ മേഖലകളും ആഘോഷിക്കണം നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷേ സിനിമയിലുള്ളവർ, ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവർ, കൂടെ ഉള്ളവർ, വർക്ക് ചെയ്യുന്നവർ ഈ ഫോമിന്റെ ബുദ്ധിമുട്ടും അതായത് ഡയറക്ടർ, ഇപ്പം നേരത്തെ പറഞ്ഞ ഡയറക്ടറെ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ താരങ്ങളെ ആഘോഷിക്കുന്നു, അതൊഴിച്ച് ബാക്കി സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഏതെങ്കിലും വലിയ താരങ്ങളുള്ള വലിയ വർക്കിന്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് ഇവർ ആഘോഷിക്കപ്പെടുന്നത്. അല്ലാതെ ഇപ്പം മഹേഷിനെ പോലെ, ആട്ടം പോലെ ഒരു ചെറിയ സിനിമയുടെ നാഷണൽ അവാർഡ് ജേതാവായ എഡിറ്റർ എന്ന് പറഞ്ഞാൽ അത് ഏത് വലിയ താരത്തിന്റെയും ഒപ്പം ആഘോഷിക്കപ്പെടേണ്ട ഒരാളാണ്. അത് ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് ആഘോഷിക്കണം. ആദ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി കാണുന്ന പ്രേക്ഷകരും സെലിബ്രേറ്റ് ചെയ്യും. അത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ടെക്നീഷ്യൻസിനോട് ഒരു വാല്യൂ കുറവുണ്ട്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകളോട് ഒരു വാല്യൂ കുറവുണ്ട്. അത് അവരോട് കൊടുക്കുന്ന റെമ്യൂണറേഷനകത്ത് ഉൾപ്പെടെ നെഗോസിയേഷൻസിനകത്ത്. ഇപ്പോൾ ഒരു മഹേഷിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം, എത്ര പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് മഹേഷിൻ്റെ എഡിറ്റിങ്ങിനകത്ത് നിസ്സാര ലക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ പൈസയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യും.
എന്നിട്ട് വലിയ താരങ്ങളുടെ വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടി യാതൊരു മടിയില്ലാതെ ചെലവാക്കുകയും ചെയ്യും. അത് ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ടെക്നീഷ്യൻസിനെ വാല്യൂ ചെയ്യാത്തതുകൊണ്ടാണ്. അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സിനിമയിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പൊ മമ്മൂക്ക, ഷാജോൺ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക അടക്കമുള്ളവര് ഈ സിനിമ കണ്ട് അഭിനന്ദിച്ചിരുന്നു, ഗംഭീരമാകുമെന്ന് ആശംസിച്ചിരുന്നു എന്നുള്ള കാര്യം. ഇപ്പൊ ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് മന്ത്രി പി രാജീവ് സർപ്രൈസ് ആയിട്ട് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു. ഈ ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് പ്രതീക്ഷിച്ചിരുന്നു, കൊമേഴ്ഷ്യലി ഹിറ്റ് ആവണം, അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ് പോയിന്റിലോട്ട് വരുമ്പോഴാണ് ഇത് നമ്മൾ എത്രയും കൂടുതൽ ആളുകൾ ഇത് കാണണം, എന്നിട്ട് ഇതിന് പണം മുടക്കിയ പ്രൊഡ്യൂസറിന് ഇത് തിരിച്ചു കിട്ടണം എന്നുള്ള തീർച്ചയായിട്ടും ഉള്ള ആഗ്രഹം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലെ ഈ സിനിമ തിയേറ്ററിൽ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ മോശമായും പോയില്ല, തീരെ കളക്ട് ചെയ്യാതെ പോയ ഒരു സിനിമയും അല്ല. 35 ദിവസത്തോളം മേജർ സെന്റേഴ്സിൽ, മേജർ മൾട്ടിപ്ലക്സ് സെന്റേഴ്സിൽ ഓടുകയും അങ്ങനെ. പക്ഷേ അത് കഴിഞ്ഞ് ഈ സിനിമ OTT വന്നപ്പോൾ ഒരു മാസീവ് സക്സസ് ആയിരുന്നു. ഇന്നിപ്പോൾ എടുത്ത് നോക്കി, പ്രത്യേകിച്ച് ഇപ്പോൾ നാഷണൽ അവാർഡ് കഴിഞ്ഞപ്പോൾ നോക്കിയാൽ ഇന്ത്യയിലെ ആമസോൺ പ്രൈമിലെ നമ്പർ 1 സെർച്ച് മൂവിയാണ് ആട്ടം. ഞാനും അതാ പറഞ്ഞത്, കാരണം മലയാളികൾ നല്ലത് സ്വീകരിക്കുന്ന ആളുകളാണ്. ഈ സിനിമ കണ്ട ഒരു പ്രേക്ഷകനും ഇത് കുറച്ചുകൂടി നല്ലതാക്കാമെന്നുള്ള ഒരു ആംഗിളിൽ നമുക്ക് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു ഇതാണ് ഞാൻ ചോദിച്ചത്, ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക്. തീർച്ചയായിട്ടും അപ്പൊ ആ തിയേറ്ററിൽ ഞാൻ ആഗ്രഹിച്ചത്രയും കളക്ട് ചെയ്തില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ നാഷണൽ അവാർഡിന്റെ ഈ അവാർഡ് കിട്ടുന്നവരെയും എനിക്കൊരു, അതായത് പ്രൊഡ്യൂസർ, കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, അത്രയും ഗംഭീരമായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. നമുക്ക് ഒരു അനവധി അവാർഡുകൾ കിട്ടി, പല പല അവാർഡുകൾ കിട്ടി, എന്നാലും അദ്ദേഹത്തിന് ഒരു അഭിമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്നും സംഭവിച്ചില്ലല്ലോ. OTT വന്നതിന് ശേഷം ഒരുപാട് വ്യൂവിംഗ് ഉണ്ടായി, അത് നല്ല കളക്ഷൻ ഉണ്ടായി, എല്ലാം സംഭവിച്ചു, ഇല്ലെന്നല്ല, പടം പ്രോഫിറ്റുമാണ്. പക്ഷേ ഒരു മൊമെന്റ് ഓഫ് ഇങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാൾക്കൊരു അഭിമാനം കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയതോടെ എൻ്റെ ഉള്ളിൽ ഈ യാത്ര പൂർണ്ണമായി. ഇനി എനിക്ക് യാതൊരു പരാതികളുമില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടുന്നത്, മീൻസ് ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ അല്ല, ഇവര് ലോകധർമ്മി നാടക ഇതിലെ ഗ്രൂപ്പിലെ ഇവരെ ഫ്രണ്ട്സാണ് എല്ലാവരും. വിനയാലും ഇവരെല്ലാവരും ഒരുമിച്ചുള്ള ഒരു 10-22 വർഷത്തെ സൗഹൃദമാണ്. ഇപ്പം ഇവർ സിനിമ പ്ലാൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇവർ മറ്റേ റിഹേഴ്സൽ പരിപാടി ഒരു 45 ദിവസത്തെ റിഹേഴ്സലൊക്കെ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് നീങ്ങുക. ഇവർ സിനിമയിലേക്ക് നീങ്ങുമ്പം ആക്ച്വലി ഇവർ ആദ്യം ഒരു വേറൊരു എഡിറ്ററെ നോക്കിയിരുന്നു. ആള് മാറിയ സാഹചര്യത്തിൽ ആനന്ദ് പുതിയൊരു എഡിറ്ററെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ആനന്ദ് മധുരം കാണുന്നത്. ആനന്ദ് മധുരം കണ്ട് പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ് മദൻ ചേട്ടൻ. അതിൽ മധുരം കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം മദൻ ചേട്ടൻ ഇങ്ങനെ ആനന്ദിൻ്റെ അടുത്ത് എഡിറ്റർ ആയിട്ടില്ലാത്തതുകൊണ്ട് എന്നെ ഇങ്ങനെ പറയണേ, എനിക്ക് അറിയാവുന്നൊരു സുഹൃത്തുണ്ട് ഇങ്ങനെ മഹേഷ്, പുള്ളിയെ വേണമെങ്കിൽ ആനന്ദിനെ ആലോചിക്കാം, മധുരം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ആനന്ദ് നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മളൊരു ചെറിയ പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്ന് കാണാൻ പറ്റുമെന്നെങ്കിലും. അങ്ങനെ എനിക്ക് ഒരു 1 വീക്കിനുള്ളിൽ ഞങ്ങൾ കാണുന്നു. ആനന്ദ് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഏകദേശം ഐഡിയ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇന്നാവുന്നത്. ഇപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടിൻ്റെ സിനിമ കൂടിയാണ് ആട്ടം എന്നുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ്, തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടമുണ്ട്. ഇവരെല്ലാം സിനിമയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഷാജോൺ ചേട്ടനെ പോലെയുള്ള ആളുകളുണ്ട്. ഈ സിങ്ക് എങ്ങനെ ക്ലബ് ചെയ്തെടുത്തത്? കാരണം തിയേറ്റർ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ എക്സ്പ്രഷൻസ് ആയാലും കുറച്ച് കൂടുതൽ നൽകിയാലേ ഓഡിയൻസിൽ ബാക്കിൽ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സിങ്ക് ഒക്കെ എടുക്കാൻ വേണ്ടി വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അതായിരുന്നു ഇപ്പോൾ ആ കൂടെ ഉള്ളൊരു ചലഞ്ച്. ഇവർ നല്ല തിയേറ്റർ ആക്ടേഴ്സ് ആണ്, പക്ഷേ ഇതിനകത്ത് ഓൾമോസ്റ്റ് 8 പേര് ആദ്യമായിട്ടാണ് ഒരു ഫിലിം സെറ്റ് തന്നെ കാണുന്നത്. അപ്പം ഇവരെ സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ നാടകത്തിലെ അഭിനയം മാറി സിനിമയിലെ അഭിനയം പോലും പോരാ. നാടകീയത കളയുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, ഒരുതരം നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ വളരെ സാധാരണത്വം. ഇത് അഭിനയമാണോ, ഇവർ ഈ ഡയലോഗാണോ പറയുന്നത്, അതോ അപ്പം തോന്നിയതാണോ ഇവർ വായി പറയുന്നത് എന്ന ലെവലിൽ തോന്നിക്കുന്ന രീതിയിൽ അതായത് സംസാരത്തിൻ്റെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ബോധപൂർവം കൊണ്ടുവന്ന് അങ്ങനെ ഒരു ബിഹേവിയർ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇവരെ പെട്ടെന്ന് പോയിട്ട് സെറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10-60 പേര് ചുറ്റും നിൽക്കുന്നു, ലൈറ്റും ക്യാമറയും എല്ലാം നിൽക്കുന്നു, ആൾക്കാർ നോക്കി നിൽക്കുന്നു, അങ്ങനെയൊന്നും അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു 35-40 ദിവസം ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തു. അപ്പോൾ അതൊക്കെ ആ പ്രൊഡ്യൂസറിന് മനസ്സിലായത് അതിനുവേണ്ടി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അവർക്ക് ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് അവരുടെ ഒരു സെക്കൻഡ് നേച്ചറാണ്. അവരുടെ ഇടത് കൈയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടല്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ എല്ലാവരും കൂടി 11 പേരെയും കൂടെ ഒരു റൂമിൽ എനിക്ക് വേണമെങ്കിൽ താമസിപ്പിക്കാം, അതൊന്നും അവരുടെ ഒരു വിഷയമല്ല. അത് അവരുടെ റിഹേഴ്സലിനെ ബാധിക്കില്ല.
അപ്പോൾ ഈ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്. അത് നാടകക്കാർക്ക് വളരെയധികം ഉള്ള ഏത് സിനിമ ഒഴിച്ച് ബാക്കി ഏത് പെർഫോമിംഗ് ആർട്സിനും എളുപ്പത്തിൽ അവർക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ് ഈ റിഹേഴ്സൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഞങ്ങൾ 35 ദിവസം to 40 ദിവസം അടുപ്പിച്ച് റിഹേഴ്സൽ ചെയ്തത്. ഷൂട്ട് ലൊക്കേഷനിൽ പോയിട്ട് ആ കാണുന്ന വീട്ടിൽ ഞങ്ങൾ 7 ദിവസം റിഹേഴ്സൽ ചെയ്തു. അപ്പോൾ ഈ റിഹേഴ്സൽസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഡയലോഗ് ഇവർക്ക് മനപ്പാട്, അതായത് ഓർക്കേണ്ട പോലും കാര്യമില്ല. അവരുടെ അബോധ മനസ്സിൽ ഡയലോഗുണ്ട്. അപ്പോൾ ഒരാൾ അപ്പുറത്തിരിക്കുന്ന ക്യാരക്ടർ അയാളുടെ ഡയലോഗ് പറഞ്ഞ് തീരുന്നതിൻ്റെ അറ്റത്തുനിന്ന് ഇവർക്കതങ്ങ് വരും. അപ്പം പിന്നെ അവർക്ക് അവരുടെ അഭിനയത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരാൾക്ക് പോലും ഇത് ഇത്രയും വലിയ സിനിമ ചെയ്യുന്നു, ആൾക്കാർ നോക്കി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ യാതൊരുവിധ ടെൻഷൻസും ഉണ്ടായില്ല. എനിക്ക് ആദ്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ സ്ക്രിപ്റ്റ് റീഡിങ് ഒരു ഇതുണ്ടായിരുന്നു ഒരു സ്റ്റേജ്. അപ്പം നമ്മൾ ലോകധർമ്മിയിലായിരുന്നു അത് ചെയ്തത്. അന്നാണ് ഞാൻ ആർട്ടിസ്റ്റുകളെല്ലാവരും കാണുന്നത്, നമ്മുടെ ഈ ചേട്ടന്മാരെ എല്ലാവരും കാണുന്നത് അന്നാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇവർ ഷൂട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഞാനിത് പറയാം, എൻ്റെ ഉള്ളിലൊരു ടെൻഷൻ, ഇവരെല്ലാം നാടകക്കാരാണ്. ഈ സാധനം ഫുട്ടേജ് വരുമ്പോൾ എങ്ങനെ ഇരിക്കും, കാരണം പറയുന്ന ഡയലോഗ് പ്രസൻറ്റേഷൻ എന്തായിരിക്കും, ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ എനിക്കത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് റഷ് വന്നിട്ട് ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുക പറഞ്ഞാൽ ഇവർ ഭയങ്കര ലൈവ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് ആനന്ദ് വിളിച്ചു പറഞ്ഞു. കാരണം പെർഫോമൻസ് കൊണ്ട് എനിക്ക് പറഞ്ഞാൽ അത്രയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എല്ലാവരും. ഒരാൾ പോലും അതിൽ ഒരു ഇത്തിരി താഴെയൊന്നും ഒരാളെ നമുക്ക് അതിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അത്രയും അങ്ങനെ സംഭവിച്ചാൽ ഈ സിനിമ പാളിപ്പോവുകയും ചെയ്യും. ഒരാളുടെ ഒരു ഡയലോഗ് മോശമായി, ഒരു അവതരണം മോശമായി കഴിഞ്ഞാൽ അവരറിയാതെ എവിടെ ഒരു ക്യാമറ വെച്ചെടുത്തൊരു അല്ലെങ്കിൽ പെട്ടെന്ന് പ്രേക്ഷകന് മനസ്സിലാവും ഇത് സിനിമയാണെന്നും. അപ്പം അതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് സിനിമ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടാണ് തീർച്ചയായിട്ടും സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ എഡിറ്ററിലേക്ക് വരുമ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ ചില വിഷ്വൽസ് ചിലപ്പോൾ ഒരു എഡിറ്റിംഗ് സമയത്ത് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും, അല്ലെങ്കിൽ ചില വിഷ്വൽസിന്റെ അഭാവമൊക്കെ തോന്നുമ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടോ? ഇപ്പൊ ഈ സിനിമയ്ക്ക് അല്ല പൊതുവെ അങ്ങനെ റീഷൂട്ട് ചെയ്യണം അതൊക്കെ പറയാറുണ്ടോ? തീർച്ചയായും. ചിലപ്പം ചില ആർട്ടിസ്റ്റിനെ ഇപ്പം ചെയ്യുന്ന സിനിമയിൽ, ഇതിന്റെ ആട്ടത്തിന്റെ എല്ലാം പറയണേ, ചില സിനിമയിൽ ചില ആർട്ടിസ്റ്റിന് ഇത്ര ദിവസം ഡേറ്റ് ഉള്ളതെന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ ഡയറക്ടർ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടെ സീനൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കണം, കാരണം ഇന്ന് നാളെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അതിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ പിന്നെ ഉറപ്പായിട്ടും ചെയ്തു തരും. ആക്ച്വലി ആട്ടത്തിനകത്ത് വലിയൊരു എഡിറ്റിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഈ സിനിമ മൊത്തം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ഭാഗമുണ്ട്. അതായത് ഈ അവസാനം ഹരി എന്ന് പറഞ്ഞ കഥാപാത്രം ഇത് മൊത്തം ഒരു പ്രാങ്ക് ആണ് എന്ന് പറയുന്ന ഒരു രംഗം ആക്ച്വലി ആദ്യം ഇതല്ലായിരുന്നു. ആദ്യത്തെ അത് പ്രാങ്ക് തന്നെയാണ്, പക്ഷെ അതിന്റെ കാരണം ഇതല്ലായിരുന്നു. ഇപ്പൊ പറയുന്നത് കാരണം എന്നെ നായകനാക്കി ഒരു സിനിമ ഉണ്ടാകുന്നു പറഞ്ഞ അവൻ എന്നെ ഒരു പ്രൊഡ്യൂസറിനെ വിളിച്ചു, പിന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി ഒരു ഈഗോ, രണ്ടുപേര് തമ്മിലുള്ള സില്ലി ആയിട്ടുള്ള ഒരു ഈഗോ. മറ്റേത് വേറെ ഒരു സംഭവമായിരുന്നു, വേറൊരു സീനായിരുന്നു. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ കാണാൻ നേരത്ത് ഞാൻ എൻ്റെ ഒരു മെൻറ്റർ ഉണ്ട്, എന്നെ ഫിലിം മേക്കിംഗ് പഠിപ്പിച്ച പ്രഫുൽ ഗോപിനാഥ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം അതിനകത്തൊരു സാരമായ പ്രശ്നം പറഞ്ഞു. അതായത് ആ സിനിമയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അഞ്ജലിയുടെ മുകളിൽ നടക്കുന്ന 2 അസോൾട്ടുകളാണ്. ഒന്ന് സെക്ഷൽ അസോൾട്ടും അതിൻ്റെ അസോൾട്ടിൻ്റെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ക്രൈം, 2 ക്രൈം. അതിൽ നിന്ന് ആ വിഷയത്തെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകും ആ സീൻ. അവർ തമ്മിലുള്ള അത് സിനിമ അവരിലേക്ക് മാറും, അഞ്ജലിയിൽ നിന്ന് ഫോക്കസ് മാറുന്ന ഒരു ഇഷ്യൂ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിലാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്. അപ്പം ആ സീൻ അപ്പോൾ അത് പ്രശ്നമാണെന്ന് എനിക്ക്, സീൻ നല്ലതാണ്, ഗംഭീരമായിട്ട് ഷാജൻ ചേട്ടൻ അഭിനയിച്ചിരിക്കുന്നു, എല്ലാവരും അഭിനയിച്ചിരിക്കുന്നു, കയ്യടി പോലും കിട്ടുന്ന സീനാണ്, ഗംഭീരമാണ്. പക്ഷെ നമ്മൾ പറയുന്ന വിഷയത്തിന്റെ സത്യസന്ധതയിൽ നിന്ന് പോവുകയും അതിനകത്തൊരു കപടത ഞാനത് എഴുതുന്ന നേരത്ത് പോലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ഒരു സത്യസന്ധത കുറവുണ്ടായിരുന്നു, എവിടെയോ ഒരു കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു മസാല അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രശ്നം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരാളോട് പറയുമ്പോൾ അത് എളുപ്പമല്ല. അപ്പം മഹേഷിനും അതങ്ങനെ മാറ്റണോ, പിന്നീട് നമ്മൾ സംസാരിക്കുന്നത് മഹേഷിന് മനസ്സിലായി അത് നമുക്ക് മാറ്റണം. അപ്പം മഹേഷിന് മനസ്സിലായെന്നുള്ളത് വെച്ച് പ്രശ്നം തീർന്നില്ല, ഇനി അത് റീഷൂട്ട് ചെയ്യണം. പടത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ പ്രൊഡ്യൂസറിനെ പോയി കാണുന്നു, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അതായത് പറഞ്ഞു, ഒരു ഗംഭീര പ്രൊഡ്യൂസർ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും ഇല്ല ആ സീനില് ഷാജോൻ ചേട്ടൻ മതി. അതോടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഷാജോൻ ചേട്ടൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോയി, റിയാക്ഷനൊക്കെ അപ്പുറത്തെ റിയാക്ഷൻസ് ഒക്കെ പഴയത് തന്നെ. അപ്പൊ എന്നിട്ട് ഷാജോൻ ചേട്ടൻ്റെ അടുത്ത് പോയി സാറിനെ പോയി കൺവിൻസ് ചെയ്തു, ഷാജൻ ചേട്ടനെ പോയി കണ്ടു. അതാണ് ഷാജൻ ചേട്ടനൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് ഷാജൻ ചേട്ടൻ ഓൾറെഡി റെമ്യൂണറേഷനൊക്കെ കുറച്ച് നമുക്ക് വേണ്ടി ഡേറ്റ് തന്നതിൽ നിന്ന് വീണ്ടും ഒരു ദിവസം തരികയും അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ്.
എന്നിട്ടാണ് റീഷൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സീൻ വന്നിരിക്കുന്നത്. അതൊരു എഡിറ്റിനകത്ത് വലിയൊരു ചേഞ്ച് ആയിരുന്നു. ഇപ്പൊ പ്രസ് മീറ്റിൽ വിനീത് ഫോർട്ട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ്, സമാധാനത്തിൽ ഈ സിനിമ ചെയ്യണമെങ്കിൽ ഷാജോനെ വിളിച്ചാൽ മതി എന്നുള്ള കാര്യം. അപ്പൊ അത് ഇതിനൊരു ഉദാഹരണമല്ല. തീർച്ചയായിട്ടും 100%. ഷാൻ ചേട്ടൻ സഹകരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നില്ല. എത്രത്തോളം പേര് എനിക്കറിയില്ല, ഞാൻ ഇൻഡസ്ട്രിയിൽ പുതിയ ആളാണ്. പക്ഷെ എൻ്റെ അനുഭവം ഷാജോൻ ചേട്ടനായിട്ട് അത്രയും മനോഹരമാണ്. കാരണം ഇവരുമായിട്ട് ചേരുക, ഇവർക്കൊരു ഒരു സിനിമയിലുള്ള ഒരാൾ വന്നതിന്റെ ഒരു താരത്തിന്റെ കണ്ടിന്യൂറ്റിയുടെ പെർഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഷാജൻ ചേട്ടനെ കണ്ട് പഠിക്കുമായിരുന്നു കൂടെയുള്ള. തീർച്ചയായിട്ടും കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിലൊക്കെ മാസ്റ്ററാണ്. കാരണം ഷാൻ ചേട്ടന്റെ സീൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് മഹേഷിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ മറ്റെണ്ണന്മാരെ കൊണ്ട് ആകെയുള്ള ഒരു പ്രശ്നം അഭിനയ ഗംഭീരമാണ്, പക്ഷെ കണ്ടിന്യൂറ്റി 4 വിഴിക്കാണ്. കാരണം അവർക്ക് അതിന്റെ ഇത് അറിയില്ലല്ലോ. അപ്പം വളരെ സത്യസന്ധമായിട്ട് അഭിനയിക്കാൻ നേരത്ത് വീണ്ടും അതേപോലെ ചെയ്യണം എന്നുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ട്, അഭിനയത്തിന്റെ ഒരു സിനിമയുടെ ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അത് അവർക്ക് ഗ്രിപ്പില്ല. അപ്പം ഷാൻ ചേട്ടൻ രണ്ടുമുണ്ട്, സത്യസന്ധമായിട്ട് അഭിനയിക്കാനും പറ്റും, ഈ ക്രാഫ്റ്റിനെ കുറിച്ചുള്ള ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ ഇവരെ കൊണ്ട് ഷാൻ ചേട്ടന്റെ സീൻ നടക്കുമ്പോൾ ഇവര് വന്ന് കാണും. അപ്പൊ എങ്ങനെയാണ് ഒരു രംഗത്ത് ഒരു സാധനം അതേപോലെ ചെയ്യുക. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, ഒരു ഗ്ലാസിന്റെ വെള്ളം കുടിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഡയലോഗ് പറയുന്നുണ്ടെങ്കിൽ എല്ലാ ആംഗിളും ഷൂട്ട് ചെയ്യുമ്പോഴും ആ വെള്ളത്തിന്റെ ഇത്രാമത്തെ അളവിൽ ആ ഡയലോഗ് പറയും, അല്ലെങ്കിൽ അവിടെ ഒരു ചുമ ഉണ്ടാകുന്ന അത് ചെയ്യുകയും എന്നാൽ അത് ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ നമുക്ക് നായകനെയും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ 4ാമതൊരു അവാർഡ് കൂടി പ്രതീക്ഷിച്ചിരുന്നു. സെറിനിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ ഇത്രയും ആണുങ്ങളായി എല്ലാമായി. ഇപ്പൊ ഇനി ഒരു വലിയ പ്രശ്നമുണ്ട്, ഈ അഞ്ജലി എന്ന് പറഞ്ഞ റോൾ ആര് ചെയ്യും? കാരണം അത്രയും ഈ 12 ആണുങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ വളരെ കോംപ്ലക്സ് ആണ്. അപ്പൊ അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം പോലെയാണ് ഓരോ ഓഡിഷൻ ചെയ്തത്, ഒരു 3.5 മിനിറ്റിന്റെ ഫിലിം പോലെ. ഇപ്പൊ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ വിനയ് എല്ലാ നടിമാരുടെയും കൂടെ സെയിം രംഗങ്ങൾ ചെയ്തു. ആ രംഗത്തിനകത്ത് ദേഷ്യമുണ്ട്, പ്രണയമുണ്ട്, സങ്കടമുണ്ട്. അപ്പൊ എല്ലാ വികാരങ്ങളും കവർ ചെയ്യുന്ന ഒരു ഹ്യൂമർ ഉണ്ട്. സിനിമയിലെ സീനില്ല, ഇതിനു വേണ്ടി വേറൊരു സീൻ എഴുതി ഞാൻ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിൽ വേറൊരു നടിയായിരുന്നു, വേറൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഞാൻ ഓൾറെഡി മനസ്സുകൊണ്ട് കാസ്റ്റ് ചെയ്തു, ഞാൻ വരാൻ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടും ആ കുട്ടിക്ക് അന്ന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, വേറെ എന്തൊക്കെയോ ചില പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് പെർഫോം മറിച്ച് സെറിൻ വന്നിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രൊജക്റ്റിൽ ഇങ്ങനെ കാണാൻ നേരത്ത് എല്ലാവർക്കും തോന്നി സെറിനാണ്. ഇപ്പൊ പറഞ്ഞു ജൂറി അംഗങ്ങൾക്ക് ആ ഒരു എഡിറ്റിങ്ങിന്റെ രീതി മനസ്സിലായല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. കുറച്ചു പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജഗപോക അങ്ങനെയുള്ള ഒരു സംഭവമാണെന്ന്. അതില്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു എഡിറ്റിങ്ങിനെ കുറിച്ച് അതെങ്ങനെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണോ, അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെയാണോ ഇഷ്ടം ഫോളോ ചെയ്യാൻ? അല്ല, നമുക്ക് സ്ക്രിപ്റ്റ് രീതി ഏതായാലും നമുക്ക് മധുരത്തിലായാലും നമുക്ക് ഇങ്ങനെ ഒരു രണ്ടിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും തിരക്കഥ തന്നെയാണ് സിനിമയിലെ ഹീറോ. ആനന്ദ് എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ മേലെ കൊണ്ട് ഒരു ഗിമിക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ആനന്ദൻ എൻ്റെ തല അടിച്ചോട്ട് ചെയ്യും. അത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ മാത്രം എഡിറ്റ് ചെയ്യാവണം. കാരണം ഈ സിനിമ കഥ പറയണ സ്ഥലമായാലും കഥ പറയണ സാഹചര്യം ആയാലും ഈ സിനിമ വേണമെങ്കിൽ ഇന്റർകട്ട് ചെയ്യാം. ഈ സിനിമ സുഖമായിട്ട് ഇന്റർകട്ട് ചെയ്യാം. കാരണം ഈ അതായത് നമ്മുടെ ഈ ടേബിൾ സീക്വൻസ് തുടങ്ങണം, അവിടുന്ന് വേണമെങ്കിൽ സിനിമ തുടങ്ങാം. അവിടുന്ന് സിനിമ തുടങ്ങിയിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പിന്നീട് വരെ ഇന്റർകട്ട് ചെയ്ത് ബാക്കിലേക്ക് കാണിക്കാം. അത് സുഖമായിട്ട് കാണിക്കാം. ഇടയ്ക്ക് ഞാനിങ്ങനെ നമ്മൾ ചിന്തയിൽ അങ്ങനെ വരുമല്ലോ, പക്ഷെ ആലോചിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പറ്റില്ല. അങ്ങനെ അല്ല, അത് അവിടുന്ന് തന്നെ ട്രാവൽ ചെയ്ത് ഇതിന്റെ ഒപ്പം ഇങ്ങനെ ഒഴുകി തന്നെ പോയില്ലെങ്കിൽ മറ്റേതിൽ നമ്മളെ കഴിവ് തെളിയിക്കാൻ വേണ്ടി ചെയ്യണ പോലെ ഇരിക്കുള്ളൂ. പക്ഷെ ഒരിക്കലും ഓരോ കാണുന്ന ഒരാൾക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റൂല. ചിലപ്പം അത് ഇടയ്ക്ക് വെച്ച് പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ശരിക്കും ഇവര് ഫസ്റ്റ് തൊട്ടേ ഈ ഇതിൽ കൂടെ ചേർന്ന് അത് ട്രാവൽ ചെയ്ത് ഗ്രാജുവലി ഇങ്ങനെ വരുന്നു. അവിടുന്ന് ഇത് സംഭവിക്കുന്നു. പിന്നീട് ഇവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു. ഇന്റർവെൽ പോയിന്റ് എത്തുമ്പോൾ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നു. ഹരി വരുന്നു. ഇവിടുന്ന് ഇത്രയും നാള് നമ്മൾ കണ്ട ഇവരുടെ എല്ലാവരുടെയും സ്വഭാവം മാറുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പം സിനിമയുടെ കളർ തന്നെ മാറുന്നു. ഷോട്ടുകളുടെ ഇത് മാറുന്നു. കട്ട്സ് കുറച്ച് കൂടുന്നുണ്ട്. സിനിമയുടെ കുറച്ച് ഇത് മാറുന്നു. ഇവരുടെ എല്ലാം സ്വഭാവം മാറുന്നു. ഇവരുടെ സംസാര രീതികൾ മാറുന്നു. ഇവരുടെ സംസാരത്തിന് ചില വേഗത കൂടുന്നുണ്ട്. എല്ലാവരുടെയും സംസാരം കുറച്ചും കൂടെ വേഗതയിലേക്ക് ആയി തുടങ്ങി. കാരണം എല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ഫ്രെയിംസ് വെച്ചിട്ടാണ് സെക്കൻഡ് ഹാഫ് വർക്ക് ചെയ്തിട്ടുള്ളത്.
ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് എല്ലാവരും നല്ല മനുഷ്യരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടണവരും. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് എല്ലാവരും സ്വാർത്ഥരാണെന്ന് വന്നിട്ടുണ്ട്, അങ്ങനെ ട്രാൻസിഷൻ. പക്ഷെ അത് കാണുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് ആനന്ദ് പറഞ്ഞത്, അത് ജഡ്ജ് ചെയ്യണ ഒരു ജൂറി ഉണ്ടായി എന്നുള്ളത് അതൊരു ഭാഗ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് ചേരുന്ന എഡിറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ആട്ടത്തിന്റെ ഒരു എഡിറ്റ് പാറ്റേൺ എടുത്ത് നമ്മൾ തല്ലുമാല പോലെ സിനിമ ചെയ്ത് തല്ലുമാല ഇട്ടുതല്ലേ പൊട്ടിപ്പോകും. തല്ലുമാലയ്ക്ക് ആ എഡിറ്റ് ആണ് വേണ്ടത്. അത് അങ്ങനത്തെ, കാരണം അങ്ങനത്തെ ഒരു കളർഫുൾ ഫിലിമാണ്, ബ്യൂട്ടിഫുൾ ഫിലിമാണ്. പാട്ടൻ സിനിമയിലേക്ക് വരുമ്പോഴത്തേനും ഇതിന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ സ്ത്രീ നേരിടുന്ന പ്രശ്നമാണ്. ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തീമിൽ തന്നെ, ഈ അടുത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ചെന്ന് നിൽക്കുന്ന ഒരു ഒറ്റ കുറ്റവാളിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കായിരിക്കും. പക്ഷെ ഈ ആട്ടം സിനിമ ആ ഒരു പ്രൊസീജിയറിൽ അവൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് ഒത്തിരി സ്ത്രീകൾ നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ കൂടിയാണോ ഈ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്? ഇങ്ങനെയാണ് ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നുള്ള ഒരു കാര്യം? തീർച്ചയായിട്ടും. അതായത് പക്ഷെ ഞാൻ പറയുമ്പോഴും ഇനി സത്യസന്ധമായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമയുടെ എഴുതുന്ന സമയത്തോ ഒന്നും ഈ സമൂഹത്തിലേക്ക് നമുക്ക് ഒരു കാര്യം പറയുക, സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുക, അങ്ങനെ ഒരു ധാരണ എനിക്കില്ല. ധാരണ ഇല്ല എന്നുള്ളതിൻ്റെ കാരണം വെച്ചാൽ, ഞാൻ എന്നെയോ സിനിമ എന്ന കലാരൂപത്തെയോ സമൂഹത്തിനേക്കാൾ ഉയർന്ന ഒരു കാര്യമായിട്ട് കാണുന്ന ഒരാളല്ല. സിനിമയാണെങ്കിലും കലാരൂപമാണെങ്കിലും പ്രേക്ഷകനുമായിട്ട് സമതലത്തിൽ നിൽക്കുകയും ആ കല അതിൻ്റെ അവസാനം, നാടകാന്ത്യം കവിത്വം എന്ന് പറയുന്ന പോലെ കല അതിൻ്റെ അവസാനം ആണ്. പ്രേക്ഷകനും കലയും കൂടെ ചേർന്ന് ഒരു ഉയർന്ന തലത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇതുമായിട്ട് കുറച്ച് ചോദ്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റുമോ, നിങ്ങൾ റിഫ്ലക്റ്റീവ് ആവണം, കണ്ടംപ്ലേറ്റീവ് ആവണം സിനിമ, അല്ലെ ഏത് കലയാണെങ്കിലും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ നമ്മൾ ഉയരത്തിൽ നിൽക്കുകയും നമ്മളിങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് പറയുകയും ഉപദേശിക്കുകയും നമ്മൾ സ്ലോഗൻസ് പറയുകയും അത് ചെയ്യരുത് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഇതാ നോക്കൂ, ഞാൻ ഈ രാഷ്ട്രീയം പറയുന്നു, അതാ നോക്കൂ, ഞാൻ ആ പൊളിറ്റിക്കൽ കാര്യം പറയുന്നു, അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അത് പ്രേക്ഷകൻ എടുക്കണം. ഓരോ പ്രേക്ഷകനും ഓരോ തലത്തിൽ നിൽക്കുന്നവരാണ്, ഓരോ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടുള്ള, ഓരോ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നവനാണ് ഓരോരുത്തരും. അവനവൻ നിൽക്കുന്ന സ്പേസിൽ നിന്ന് ഓരോരുത്തരുടെയും പൊളിറ്റിക്സ് വേറെയാണ്. അവിടുന്ന് അവരവരെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ആർട്ടിന്റെ സാധനം. അല്ലെങ്കിൽ ഒരു ഞാൻ പറയുന്ന ഒരു ന്യൂസ് ചെയ്താൽ പോരെ, ഒരു ന്യൂസ് പീസ് അല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പൊ ഈ സിനിമ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഒരു ക്രൈം നടക്കുന്നുണ്ട്. ആ ക്രൈം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു മൊളസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈമാണ്. അത് ഞാനിപ്പോഴും എല്ലാവരും കഴിഞ്ഞ ദിവസം സംസാരിക്കാം, അത് അൺഫോർച്ചുനേറ്റ്ലി വളരെ റെലവെന്റ് ആണ്. അത് റെലവെന്റ് ആകാത്തൊരു കാലം വരട്ടെ. ഈ സിനിമ എല്ലാവരും പറയുന്നത് എന്തൊരു പ്രസക്തമായ സിനിമയാണ്, ഈ സിനിമ പ്രസക്തമാകാത്തൊരു കാലം വരട്ടെ, അങ്ങനെ ഒരു ക്രൈം ഇല്ലാത്തൊരു കാലം വരട്ടെ എന്നാഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു ക്രൈം നടക്കുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ കുറ്റവാളി ആരാണെന്ന് കാണിച്ചിരുന്നെങ്കിൽ രണ്ടാമതൊരു ക്രൈം നടക്കുന്നുണ്ട്, അത് ആരും സംസാരിക്കാതെ പോകും, അത് ആരും ചിന്തിക്കാതെ പോകും. രണ്ടാമത്തെ ക്രൈം എന്ന് പറയുന്നതാണ് ഓഡിറ്റിംഗ് ഓഫ് ദ സെക്ഷൽ അസോൾട്ട്, ഓഡിറ്റിംഗ് ഓഫ് ദ വിക്ടിം ഓൺ ദ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഈ ഉത്തരം കൊടുക്കാതിരിക്കണം. ആ ഉത്തരം കൊടുക്കാതിരിക്കുമ്പോൾ സിനിമ ഇഷ്ടപ്പെടാത്തവനും അവൻ ആലോചിക്കും, എന്നാലും ഇവന്മാർ എന്താ ഉദ്ദേശിച്ചത്, എന്താണ് പറയാതിരുന്നത്, ആളാരാണെന്ന് എന്താ കാണിക്കാതിരുന്നത്, ഇപ്പൊ എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ രണ്ടാമത് കണ്ടാൽ അവന് മനസ്സിലാവും ഒരു ക്രൈം അല്ല ഈ സിനിമയിൽ നടന്നിട്ടുള്ളത്, 2 ക്രൈം നടന്നിട്ടുണ്ട്. ഒന്ന് ഒരു വ്യക്തി ചെയ്തതും 2 ഒരു കൂട്ടം ചെയ്തതും. അപ്പൊ ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സംവിധായകൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എഴുതുമ്പോഴോ ഇയാളുടെ മുഖം കാണിക്കണം എന്നുള്ളൊരു? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ കൂടെ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു 2 or 3 തവണ സിനിമ കണ്ടാൽ 3ാമത്തെ തവണ കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഹിന്ദികൾ രൂപപ്പെടുത്തി ഒരാളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചെയ്താലോ എന്നൊരു പ്രാവശ്യം ആലോചിച്ചു. പിന്നീട് ചോദിച്ചത് വേണ്ട. കാരണം അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഇഷ്യൂലേക്ക് വരും, അത് ആ കാര്യത്തിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകും. പിന്നെയാണ് തീരുമാനിച്ച് എല്ലാവരിലും ഈ പല ആൾക്കാരിലും ഈ സസ്പിഷൻ ഉണ്ട്, പക്ഷെ എല്ലാം ഡെഡ് എൻഡ്സിൽ എത്തും. നിങ്ങൾക്ക് ഒരാളെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇന്ന ആളാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കുറെ വഴി എത്തും, പക്ഷെ അവിടെ വെച്ച് വേറൊരു എന്നാലും അതുകൂടെ ചേരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുഴയും. അപ്പൊ യൂട്യൂബിൽ നോക്കി ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുണ്ട്, ഒരുപാട് പേര് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ആട്ടം സിനിമ ഒരു കലാകാരന്മാരുടെ ഒരു സിനിമ ആണ്. സിനിമയിൽ കാണിക്കുന്നത് കലാകാരന്മാരെ എപ്പോഴും നേരുള്ള ആളുകളാണെന്ന് പറയും. ഈ സിനിമ ആരെങ്കിലും അഭിനയിക്കുന്ന ആളുകളും മികച്ച കലാകാരന്മാരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവസാനം അവരെല്ലാവരും പല വ്യക്തികളാണെങ്കിലും അവർ
ഒരൊറ്റ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതിൽ നായിക മാത്രം യഥാർത്ഥ ഒരു കലാകാരി എന്ന്, നന്മയുള്ളവരാണ് യഥാർത്ഥ കലാകാരൻ എന്നല്ലേ, അത് അങ്ങനെ ഒരു മെസ്സേജ് കൂടി ഇല്ലേ സിനിമയിൽ? ഇല്ല, അങ്ങനെ ഒരു മെസ്സേജ് ഇല്ല. കാരണം കലാകാരൻ എന്ന് പറഞ്ഞാല് കല വളരെ ഉദാത്തമായ ഒരു കാര്യമാണ്. കലയെ ഉപാസിക്കുന്നവനാണ് കലാകാരൻ. കലാകാരൻ ബേസിക്കലി മനുഷ്യനാണ്, നമ്മൾ എല്ലാവരെ പോലെയും എല്ലാ കുറവുകളും കൂടിയ ഒരാളാണ്. അയാൾ കലയെ, അല്ലെങ്കിൽ ഒരു ആണായാലും പെണ്ണായാലും കലയെ ഉപാസിക്കുമ്പോൾ കല അയാളെ നമ്മളെ നന്നാക്കുന്നുണ്ടോ എന്നുള്ള, ഇപ്പൊ ഈ സിനിമയെ പോലും ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ നല്ലവര് ചീത്തവരെന്നൊരു അർത്ഥത്തിൽ നമുക്ക് സെൽവൻചേട്ടന്റെ ഡയലോഗ് തന്നെ പറയുന്നുണ്ട്. സെൽവൻചേട്ടൻ പറയുന്നുണ്ട്, നമ്മുടെ കൂടെ കൂടിയിട്ട് അവൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നമ്മുടെ കല അവന്റെ ഉള്ളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കലാകാരന്മാരായതുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ സബ്ജക്ട് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാലോ എത്രയോ കലാരംഗത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഇത് ഏത് ഏരിയ എന്നുള്ളതല്ല വിഷയം, ഇതെല്ലാവരും വളരെ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം. പക്ഷെ ഫസ്റ്റ് എങ്ങനെ ഒരു തോട്ട് വന്നത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് എങ്ങനെ ഫസ്റ്റ് തോട്ട് എവിടെ നിന്നാ വരുന്നത്, ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്? ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, സത്യം പറഞ്ഞത് ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഷവറിലാണ് ഇത് മൊത്തം കഥ കിട്ടുന്നത്. ഇപ്പം ആദ്യം ഞാൻ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിനയ് പറഞ്ഞിട്ടാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. ഈ ഇത്രയും പേര് ആദ്യമേ കാസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും 11 ആണുങ്ങളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുക. 11 ആണുങ്ങൾക്കും ഒരു ലീഡ് റോൾ കൊടുക്കും. ഒരു സിനിമയിൽ 1-2 നായകന്മാരല്ലേ ഉണ്ടാവുന്നു, അല്ല 11 നായകന്മാരുള്ള സിനിമ എങ്ങനെ ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഓക്കെ ഇവരൊരു കൂട്ടം, അങ്ങനെ ഒരു കൂട്ടവും, ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടവും ഒരു വ്യക്തിയും, ഇതാണ് ഇതിന്റെ ആലോചന. അല്ലെങ്കിൽ ഒരു ആണ് പെണ്ണ് എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ സിനിമ ആലോചിച്ചിരിക്കുന്നത്. ഒരു കൂട്ടത്തിന്റെ സ്വഭാവം എന്താണ്, ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ്, കൂട്ടത്തോട് ഒരു വ്യക്തി ചേരുമ്പോൾ എങ്ങനെ പെരുമാറുന്നു, കൂട്ടത്തിൽ നിന്ന് മാറുമ്പോൾ ഈ വ്യക്തി എങ്ങനെ, ഒരു ക്രൈം നടക്കുമ്പോൾ. ഇപ്പോൾ ഒരു വീഡിയോ കണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും റീൽസൊക്കെ വരുമ്പോഴത്തേനും ഒത്തിരി, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ആളുകൾ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അതിൻ്റെ എഡിറ്റിംഗ് നല്ലായിരുന്നു കേട്ടോ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ഇപ്പോൾ ഈ ഒരു നല്ലൊരു എഡിറ്റർ ആവണം, സിനിമയിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ അവരോടൊക്കെ എന്താ പറയണത്, ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു എഡിറ്റർ എന്നുള്ള നിലയ്ക്ക്? അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞാൽ നമ്മളിതിനെ സമീപിക്കുന്ന രീതി അതേ ഉള്ളൂ. കാരണം നമ്മുടെ ഡെഡിക്കേഷൻ നമ്മൾ ഇൻസ്റ്റൻ്റ് ആവാണ്ടിരുന്നത് അത്. കാരണം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ കൂടെ വരുന്ന പിള്ളേരായാലും എല്ലാവർക്കും പെട്ടെന്ന് ഇത് ചെയ്ത്, നമ്മളൊക്കെ ഞാനായാലും എൻ്റെ ക്ഷമ എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡിറ്റിംഗ് ടേബിളിൽ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ പോലും ഉണ്ടാകേണ്ട ഒരു അച്ചടക്കമുണ്ട്. ഈ സോഫ്റ്റ്വെയർ യൂസിങ് അല്ല എഡിറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ, ഇത് കഥ പറച്ചിലാണ്. ഇപ്പോൾ ആനന്ദ് ഏകർഷി എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ ഒരു യാത്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രേക്ഷകൻ നോക്കുമ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ്, പക്ഷെ ആ ഒരു ജേർണി പേഴ്സണലി എളുപ്പമായിരുന്നോ ഈ ഒരു നിലയിൽ എത്താൻ വേണ്ടിയിട്ട്? എൻ്റെ ജേർണി ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്ട്രഗിളുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി സ്ട്രഗിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് സ്ട്രഗിളായിട്ട് അനുഭവപ്പെടാഞ്ഞതാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഭയങ്കര ഭാഗ്യങ്ങളുള്ള ഒരാളാണ്. അതായത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി, അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞാൽ വളരെ, ഞാൻ എൻ്റെ 35ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഈ 35 വർഷം എന്ത് ചെയ്തു, 35 വർഷത്തെ വരുമാനം എന്നപ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. കാരണം അവർക്കൊക്കെ ഒരുപക്ഷെ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സിനിമ എന്നല്ല, ഏതൊരു ആർട്ട് ഫോമിലും നമ്മളൊരു ഒരു ക്രിയേഷന്റെ പോയിന്റിലോട്ട് എത്തണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിനകത്ത് കുറെ സമയം എടുക്കും. ഇനിയിപ്പോ ഈ ഒരു കൂട്ടുകെട്ടിലും മറ്റൊരു സിനിമയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയോ? ഈ ആർട്ടിസ്റ്റുകളും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ഇപ്പോ എന്തായാലും മഹേഷ് അടുത്ത എന്റെ വർക്കിലെല്ലാം ഉണ്ടാവും. ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും ഇവരെല്ലാം എൻ്റെ വരും വർക്കുകളിലെല്ലാം കാസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ സ്ക്രിപ്റ്റുമായിട്ടാണ്. ഇപ്പൊ റീ റിലീസിന് ഒരുങ്ങുകയാണ്, അതുപോലെ മറ്റു മൊഴി മാറ്റി മറ്റു ഭാഷകളിലേക്കും വരുമെന്നൊക്കെ പറയുന്നു. വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പൊ ഇത് PVRന്റെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അവര് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അവര് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അവാർഡൊന്നും അല്ല നമ്മൾ ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത്, എത്ര പേര് കൂടുതൽ കാണുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു അതിയായ സന്തോഷം. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള കലാസൃഷ്ടികൾ ഉണ്ടാവണം എന്ന് പ്രേക്ഷകൻ നിലക്ക് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകർ അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എസ് എഡിറ്ററിനോട് എനിക്കറിയാം ഒരുപാട് തിരക്കുള്ള സമയമാണെന്ന് അറിയാം. അപ്പോൾ എസ് എഡിറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.